ലോകത്തിന്റെ ശക്തി സമവാക്യങ്ങൾ ഇപ്പോൾ മേശപ്പുറത്തെ നയതന്ത്ര ചർച്ചകളിൽ നിന്നെല്ലാം മാറി, അല്ലെങ്കിൽ നിമേശപ്പുറത്ത് ഉണ്ടാകുന്ന നയതന്ത്ര ചർച്ചകളിൽ നിന്നെല്ലാം ഒരു ഭാഗത്ത് മാറി ആകാശത്തെ അദൃശ്യ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളിലേക്കും അതുപോലെ സമുദ്രത്തടിയിലെ അതിമാരകമായ മിസൈലുകളിലേക്കും വഴിമാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് പതിറ്റാണ്ടുകളായി ലോകത്തെ അടക്കി ഭരിച്ച അമേരിക്കൻ കരുത്ത് നിലകൊള്ളുമ്പോൾ, മറുവശത്ത് ആരെയും അറിയിക്കാതെ സൈനിക സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് അടുത്ത സൂപ്പർ പവർ എന്ന സിംഹാസനത്തിലേക്ക് അതിവേഗം നടന്നു കയറുന്ന ചൈനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രണ്ട് മഹാശക്തികളും തമ്മിലുള്ള മത്സരം ഇനി വെറും സാമ്പത്തിക പോരാട്ടം മാത്രമല്ല, മറിച്ച് അത് ലോകത്തിന്റെ അന്ത്യം കുറിക്കാൻ ശേഷിയുള്ള ഒരു രണ്ടാം ശീതയുദ്ധത്തിന്റെ വിളംബരമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. പലരും കരുതിയിരുന്നത് പോലെ ചൈന ഇപ്പോൾ വെറും ഒരു സാമ്പത്തിക ശക്തി മാത്രമല്ല, ശത്രുവിന്റെ റഡാറുകളെ കണ്ണുവെട്ടിച്ച് പറക്കുന്ന വിമാനങ്ങളും ഭൂഖണ്ഡങ്ങൾ താണ്ടി കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഹൈപ്പർസോണിക് മിസൈലുകളും ചൈനയുടെ ആയുധപ്പുരയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ആ പ്രതിരോധ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ചൈനയുടെ ഡ്രാഗൺ കരുത്തിനെ തടഞ്ഞു നിർത്താൻ അമേരിക്കയ്ക്ക് ഇനി 200B-21 സ്റ്റെൽത്ത് ബോംബറുകളും അതുപോലെ 185 F-47 ആറാം തലമുറ യുദ്ധവിമാനങ്ങളും അത്യാവശ്യമാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ സൈന്യമാണ് അല്ലെങ്കിൽ സൈന്യമാണെന്ന് വിശേഷിക്കപ്പെടുന്ന അമേരിക്കൻ വ്യോമസേനയിലും ഇത്രയും ഭീമമായ ആയുധശേഖരം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചൈന പടുത്തുയർത്തിയിരിക്കുന്ന സൈനിക സാമ്രാജ്യം എത്രത്തോളം വലുതായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പസഫിക് സമുദ്രത്തിലെ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു കൊടുങ്കാറ്റായി ചൈന വിശ്വരൂപം പൂണ്ടു കഴിഞ്ഞതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എയർഫോഴ്സ് ആൻഡ് സ്പേസ് അസോസിയേഷൻ മിച്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എയ്റോസ്പേസ് സ്റ്റഡീസ് ആണ്. സ്ട്രാറ്റജിക് അറ്റാക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രിസർവിംഗ് ദ എയർഫോഴ്സ് എബിലിറ്റിറ്റ്യൂഡിന്റെ എനിമി സാങ്ഷൻ എന്ന തലക്കെട്ടോടെയാണ് പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള ഈ റിപ്പോർട്ട് അമേരിക്കൻ എയർഫോഴ്സിലെ മുൻ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പ്രതിരോധ തന്ത്ര വിദഗ്ധരുമായ കേണൽ മാർക്ക് ഗൺസിംഗർ അതുപോലെ തന്നെ ഹീദർ ആർ പെനി എന്നിവരുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വെറും ആയുധങ്ങളുടെ എണ്ണം സംബന്ധിച്ച ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് അമേരിക്കൻ വ്യോമസേനയുടെ ഭാവി തന്ത്രമായ ആക്രമണശേഷി എങ്ങനെ നിലനിർത്തണം എന്നതാണ് ഇതിന്റെ ആഴത്തിലുള്ള പ്രധാന ലക്ഷ്യം. ചൈനയുടെ സൈനിക ശക്തി വികസനം കഴിഞ്ഞ വർഷങ്ങളിലായി അതിവേഗത്തിലാണ് മുന്നേറുന്നത്. പ്രത്യേകിച്ച് ചൈന നടത്തുന്ന സൈനിക പരേഡുകളിൽ പ്രദർശിപ്പിക്കുന്ന പുതിയ ആയുധ സംവിധാനങ്ങൾ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചിട്ടുമുണ്ട്. കപ്പൽ വിരുദ്ധ മിസൈലുകൾ, അതുപോലെ തന്നെ ഹൈപ്പർസോണിക് ആയുധങ്ങൾ, അത്യാധുനിക യുദ്ധ ഡ്രോണുകൾ, ആണവായുധ വിന്യത്തിന് ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി നൂതന സംവിധാനങ്ങളാണ് ചൈനയുടെ ആയുധ ശേഖരത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവയിൽ ചിലത് തായ്വാനെ മാത്രമല്ല പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളത്തെയും ആക്രമിക്കാൻ ശേഷിയുള്ളതാണെന്ന റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതോടെ തായ്വാനുമായി ബന്ധപ്പെട്ട ഒരു സാങ്കല്പിക സംഘർഷം യാഥാർത്ഥ്യമായി മാറിയാൽ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്ന ആശങ്ക ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ രണ്ടാം ഘട്ട ജനീവയിൽ നടക്കുമ്പോൾ പോലും അവിടെ നിഴൽ വീഴ്ത്തുന്നത് ചൈനയുടെ സൈനിക മുന്നേറ്റമാണ്. ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ ഇറാൻ ചില കടുത്ത ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉപരോധങ്ങൾ പിൻവലിച്ചാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കാമെന്ന ഇറാന്റെ വാഗ്ദാനം, എന്നാൽ അമേരിക്ക ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടയാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുക കൂടിയാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു നിമിഷം പോലും വൈകാതെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന വാർത്തകളുണ്ടെങ്കിലും ചൈനയുടെയും റഷ്യയുടെയും ഇടപെടൽ ഇതിനെ സങ്കീർണമാക്കുന്നുമുണ്ട്. ചൈന ഇതിനോടകം തന്നെ ഇറാനെ പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒമാൻ ഉൾക്കടലിൽ നടത്തുന്ന അല്ലെങ്കിൽ ചൈനയുടെ കപ്പലുകൾ നിലയുറപ്പിക്കുകയും അമേരിക്കയുടെ രഹസ്യ നീക്കങ്ങൾ ചൈന ഇറാന് കൈമാറുകയും ചെയ്യുന്ന റിപ്പോർട്ടുകളുമുണ്ട്. അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത് ചൈനയുടെ ഈ സമീപനം തന്നെയാണ്. ഇറാൻ തങ്ങളുടെ ഏറ്റവും നല്ല അയൽക്കാരനാണെന്നും എന്ത് വില കൊടുത്തും അവരെ സംരക്ഷിക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടി പ്രഖ്യാപിച്ചതോടെ അമേരിക്ക പ്രതിരോധത്തിൽ കൂടിയായിരിക്കുകയാണ്. യുദ്ധക്കപ്പലുകൾ കാണിച്ച് ആരെയും പേടിപ്പിക്കാൻ നോക്കട്ടെന്ന പുടിന്റെ താക്കീത് അമേരിക്കയ്ക്കെതിരെയുള്ള റഷ്യ ചൈന ഇറാൻ അച്ചുതണ്ടിന്റെ കരുത്ത് വിളിച്ചത് പറയുന്നത് കൂടിയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അമേരിക്കയുടെ എയർ ഡൊമിനൻസ് എന്ന ആശയം വീണ്ടും പരീക്ഷിക്കപ്പെടുന്നത്. ശത്രുവിന്റെ വ്യോമപ്രതിരോധം തകർക്കുകയും ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് കടന്ന് ആക്രമണം നടത്തുകയും ചെയ്യുന്ന ശേഷിയാണ് അമേരിക്കയുടെ വ്യോമശക്തിയുടെ അടിസ്ഥാന തൂണെന്ന് പറയുന്നത്. എന്നാൽ ചൈനയുടെ മിസൈൽ ശേഷി വർദ്ധിച്ചതോടെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും കപ്പൽ സംഘങ്ങൾക്കും സുരക്ഷിതമായ മേഖലകൾക്ക് കയറുകയാണ് മുമ്പ് അമേരിക്കയ്ക്ക് സുരക്ഷിതമെന്ന് കരുതുന്ന പസഫിക് മേഖലകൾ പോലും ഇനി ചൈനയുടെ മിസൈൽ പരിധിയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ B-21 റൈസർ എന്നത് അമേരിക്ക വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ തലമുറ സ്റ്റെൽത്ത് ബോംബറാണ്. റഡാറിൽ പിടികൂടാൻ കഴിയാത്ത രീതിയിലുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ദീർഘദൂരത്തിൽ ആക്രമണം നടത്താനുള്ള കഴിവും ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും ഈ വിമാനത്തെ ഭാവിയിലെ യുദ്ധഭൂമിയിലെ പ്രമാദ
അല്ലെങ്കിൽ പ്രധാനമായ ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതേസമയം തന്നെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന AF-47 എന്നത് അമേരിക്കയുടെ ഭാവിയിലെ 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശയം കൂടിയാണ്. ഇത് പരമ്പരാഗത ഫൈറ്റർ ജെറ്റുകൾ പോലെ തന്നെ അങ്ങനെ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ സ്വയം തീരുമാനങ്ങൾ എടുക്കാനും ഡ്രോണുകളെ നിയന്ത്രിക്കാനും ശേഷിയുള്ള ഒന്നുകൂടിയായിരിക്കും. ഈ വിവരങ്ങൾ അമേരിക്കയ്ക്ക് ആകാശ മേധാവിത്വം നിലനിർത്താൻ അത്യാവശ്യമാണെന്ന മിച്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുമുണ്ട്. ചൈനയെ പേടിച്ചാണ് സൗദി അറേബ്യ അതുപോലെ തന്നെ UAEയും ഇപ്പോൾ അമേരിക്കയുമായുള്ള സഹകരണം കുറച്ചിരിക്കുന്നെന്ന വാർത്തയും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് കൂടിയാണ്. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ മണ്ണോ ആകാശമോ വിട്ടു നൽകില്ലെന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ നിലപാടെടുത്തത് ചൈനയുടെ സമ്മർദ്ദം മൂലമാണെന്നും കരുതപ്പെടുന്നുണ്ട്. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ലഭ്യത കുറഞ്ഞ ചൈനയ്ക്ക് ഇപ്പോൾ പ്രധാന ആശ്രയം ഇറാൻ തന്നെയാണ്. അതിനാൽ തന്നെ ഇറാന്റെ തകർച്ച ചൈനയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ചൈന ഇറാനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നതും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും പിന്നീട് മലക്കം പറയുകയും ചെയ്യുന്നത് ചൈനയുടെ ഈ പ്രതിരോധം നേരിട്ടറിയാവുന്ന കൊണ്ട് തന്നെയാണ്. ചൈനയുടെ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മിസൈൽ ആക്രമണ ശേഷി നിലനിൽക്കുമ്പോൾ തന്നെ തായ്വാനെ സംരക്ഷിക്കാൻ പോലും അമേരിക്കയ്ക്ക് പ്രയാസമാവുകയും ചെയ്യും. ചൈന വികസിപ്പിച്ചെടുത്ത A2AD അഥവാ ആന്റി ആക്സസ് ഏരിയൽ ഡിനിയൽ എന്ന തന്ത്രപരമായ പ്രതിരോധ ചട്ടക്കൂട് തകർക്കാൻ അമേരിക്കയ്ക്ക് നിലവിലുള്ളതിനേക്കാൾ ഇരട്ടി stealth വിമാനങ്ങൾ ആവശ്യമാണെന്ന റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു യുദ്ധ സാഹചര്യത്തിൽ വിമാനം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ കുറഞ്ഞ എണ്ണം വിമാനങ്ങൾ മാത്രം കൈവശമുള്ളത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. ചൈനയുടെ അക്രമ കേന്ദ്രങ്ങളെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വ്യോമാക്രമണങ്ങളിലൂടെ മാത്രമേ തകർക്കാനും കഴിയുള്ളൂ. അവിടെ അത്രത്തോളം വലിയ വ്യോമാക്രമണങ്ങൾ നടത്തിയാൽ മാത്രമേ ചൈനയെ തകർക്കാനും സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ലോകം വീണ്ടും ഒരു വൻ ആയുധ പന്തയത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ്. B-21 ബോംബറുകളും F-47 യുദ്ധവിമാനങ്ങൾ സംബന്ധിച്ച ഈ റിപ്പോർട്ട് കേവലം സൈനികമായൊരു ആവശ്യം മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ ഭാവി നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്ക കൂടിയാണ്. ചൈനയുടെ സൈനിക വികസന വേഗത കണക്കിലെടുക്കുമ്പോൾ തന്നെ പഴയ യുദ്ധമാതൃകകൾ ഇനിയും പ്രായോഗികമല്ല എന്ന് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ തന്നെ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക വിദഗ്ധർ തന്നെ അത് മനസ്സിലാക്കി പറയുന്നുമുണ്ട്. തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം യാഥാർത്ഥ്യമായാൽ ചൈനയുടെ ആയുധപ്പുരകളെ തകർക്കാൻ അമേരിക്കയ്ക്ക് കൂടുതൽ ശക്തിയേറിയ വ്യോമപ്പട ആവശ്യമാണ്. അമേരിക്കയുടെ സൈനിക മുൻതൂക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ പസഫിക് മേഖലയിലും ഗൾഫ് മേഖലയിലും വലിയ മാറ്റങ്ങൾ നാം കാണേണ്ടി വരും. ട്രംപിന്റെ ഭരണകൂടം ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നുവെന്നതും ചൈന ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതും ലോക സമാധാനത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകം കൂടിയാണ്. ആഗോള ശക്തികൾ തമ്മിലുള്ള ഈ മത്സരം 3ാം ലോക മഹായുദ്ധത്തിന്റെ വഴിവെക്കുമോ അതോ പുതിയൊരു ശീതയുദ്ധമായി നിലനിൽക്കുമോ എന്നതും കാലം തെളിയിക്കേണ്ട സത്യം കൂടിയാണ്. ആയുധങ്ങളുടെ എണ്ണത്തിലും സാങ്കേതികവിദ്യയിലും ചൈന കൈവരിച്ച മുന്നേറ്റം അമേരിക്ക പോലൊരു മഹാശക്തി ഭയപ്പെടുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഭാവി ഇനി ചൈനയുടെ ഡ്രാഗൺ കരുത്തിനെ ആശ്രയിച്ചിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെടുകയും സൈനികമായ പോരാട്ടങ്ങൾ മുൻപന്തിയിൽ വരികയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ B-21 റൈസറുകളും അതുപോലെ തന്നെ F-47 വിമാനങ്ങളും വെറും യുദ്ധ ഉപകരണങ്ങൾ മാത്രമല്ല, അമേരിക്കയുടെ ആത്മവിശ്വാസത്തിന്റെ കൂടി ചിഹ്നങ്ങളായി മാറുകയാണ്. അവിടെയാണ് ട്രംപ് ഇപ്പോൾ ഭയന്നിരിക്കുന്നത്. കാരണം ഈ ചിഹ്നങ്ങളായി മാറുമ്പോഴും ട്രംപിന് നല്ല ഭയമുണ്ട്. കാരണം ചൈന അതുപോലെ തന്നെ ഇറാനൊക്കെ ഒരുമിച്ച് നിന്നാൽ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വീമ്പിളക്കി വീണ്ടും മലക്കം മറിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.